നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ പ്രതിഭാ സംഗമം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര CT സ്മാരക ട്രസ്റ്റ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമ വാർഷിക ദിനത്തിൽ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാഴാനി ഡിവിഷൻ പ്രതിഭാ സംഗമം SSLC +2 ഫുൾ A+ നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് മാടക്കത്തറ പഞ്ചായത്തിൽ നടന്നു. പുത്തൂർ പഞ്ചായത്ത് വായന മാസാചരണ സമാപനം, ഉണർവ്, പുസ്തക പ്രകാശനം എന്നിവ സിനി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ച 10ാം ക്ലാസ്സിലെയും +2വിലെയും കുട്ടികളെ ആദരിക്കുകയും 100% വിജയം കൈവരിച്ച 19 വിദ്യാലയങ്ങളെയും ആദരിക്കുക തൃശൂർ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്നും മറ്റ് രാസലഹരികൾ ജീവിതത്തെയും പ്രതിഭകളെയും ഇല്ലാതാക്കുമെന്നും കുട്ടികളോട് അദ്ദേഹം ഉദ്ഘോഷിച്ചു. 498 ഫുൾ A+ ലഭിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥികളെയും 286 ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. 1200-ൽ 1200 മാർക്ക് +2വിൽ ലഭിച്ച വിവേകോദയം ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥിയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PS പ്രിൻസ് മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, ഹെഡ് മാസ്റ്റർ ഫോറം കൺവീനർ ജോഷി D കൊള്ളനൂർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ടീച്ചർ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, ഡോക്ടർ K ഉമാദേവി, KNK പ്രേംനാഥ്, AM ജെയ്സൺ, ഉണ്ണികൃഷ്ണൻ, TM കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പറയുന്നത് അത് പ്രധാനപ്പെട്ട സംഗതികളാണ്. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരുകൾ നാം വിദ്യാഭ്യാസത്തിലോട് പോവുക, വിദ്യാഭ്യാസത്തിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു മരുഭൂമിയിലോട് പോകുന്നു എന്ന് പറഞ്ഞാൽ മരുഭൂമി കടന്നു പോകേണ്ടി വന്നു, ഒരു ഡെസേർട്ട്. അപ്പോൾ ഈ മരുഭൂമി ഞാൻ കാൽനടയായിട്ട് കടന്നു പോകാം, ഇല്ല ഒരു സൈക്കിൾ ചവിട്ടി കടന്നു പോകാം, ഇല്ല ഒരു ബൈക്ക് എടുത്തുകൊണ്ട് കടന്നു പോകാം, ഇല്ല ഒരു കാറിൽ കടന്നു പോകാം, ഇല്ല ഒരു ഒട്ടകത്തിൽ കടന്നു പോകാം. റോഡില്ലാതെ ഒരു മരുഭൂമി. ഏറ്റവും എളുപ്പവും ഉറപ്പും സുരക്ഷിതമായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിൽ പോവുക എന്ന് പറഞ്ഞതാണ് ഒരു ഡെസേർട്ട് കടന്നു പോകുന്നതിൽ നമുക്ക് ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡ്. അതുപോലെ തന്നെയാണ് കോളേജ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കാണ്, കോളേജ് ടോപ്പറാണ് എഞ്ചിനീയറിംഗ് കോളേജ്. ഞാൻ ഉൾപ്പെടെ മെക്കാനിക് ഉമ്മൻചാണ്ടി അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു. തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ കുണ്ടുകാട് ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ച് നടന്നു. DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹിമാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് വാങ്ങിയ ഉമ്മൻചാണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളാണ് വിഴിഞ്ഞം തുറമുഖം, ഗോശ്രീ പാലം, കൊച്ചിൻ മെട്രോ, കണ്ണൂർ വിമാനത്താവളം, 8ഓളം പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി ലോകത്തിന്റെ മുഴുവൻ പ്രശംസ ഏറ്റുവാങ്ങിയ ജനസമ്പർക്ക പരിപാടി. അങ്ങനെ ഇന്ന് കാണുന്ന കേരളത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം നൽകിയ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ O അബ്ദുറഹിമാൻ കുട്ടി പറഞ്ഞു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മാസ്റ്റർ വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്തു. നേതാക്കളായ K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, AR കൃഷ്ണൻകുട്ടി,
ജോസഫ് പൂമല, കെ ചന്ദ്രശേഖരൻ, കുട്ടൻ മച്ചാട്, തോമസ് പുത്തൂർ, ഷൈബി ജോൺസൺ, പി ടി മണികണ്ഠൻ, ജെസി സാജൻ, കെ ആർ സന്ദീപ്, ഇ ജി ജോജു തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ 2ാം വാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടികളും അതിനോടനുബന്ധിച്ച ചടങ്ങുകളൊക്കെ നടന്നു വരികയാണ്. ഇന്നലെ കോട്ടയം പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ സെന്റ് ജോർജ് പള്ളിയിൽ നമ്മുടെ പരിപാടിക്ക് വേണ്ടി എത്തിയ പ്രമുഖനായ നേതാവ്, ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അജയ്യനായ തേരാളിയുമായ ശ്രീ രാഹുൽ ഗാന്ധിയായി. അവിടെ നിന്ന് ഇങ്ങോട്ട് വാർഡ് ബൂത്ത് കമ്മിറ്റികൾ വരെ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം നടന്നു വരികയാണ്. സ്കൂൾ പരിസരത്ത് നിന്ന് കഞ്ചാവുമായി അറസ്റ്റ് ചെയ്ത 3 പ്രതികൾ റിമാൻഡിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് കൊടുങ്ങല്ലൂർ സ്കൂളിന് സമീപത്ത് നിന്നും വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി കഞ്ചാവ് കൈവശം വെച്ചതിന് എറണാകുളം ചെറായി സ്വദേശി നടുമുറി വീട്ടിൽ അക്ഷയ്, കോതപ്പറമ്പ് സ്വദേശി തോട്ടത്തിൽ വീട്ടിൽ മുഹമ്മദ് യാസിൻ, എറിയാട് കവല സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുറഹ്മാൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പ്രതികളെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ, സബ് ഇൻസ്പെക്ടർമാരായ സാലിം കെ, സജിൽ, ജൂനിയർ SI ജിജേഷ്, ASI ഉമേഷ്, GSCPO ജിജിൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ബാഴാണി ഡിവിഷൻ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷത വഹിച്ചു. പുല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, തേക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, തെക്കുങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമാലക്ഷ്മി, മാടക്കത്തറ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ തുടങ്ങി മറ്റ് ജനപ്രതിനിധികളും വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപക സുഹൃത്തുക്കളും പഞ്ചായത്ത് ജീവനക്കാരും അർഹരായ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ സ്വാഗതവും റിംസി ടീച്ചർ നന്ദിയും രേഖപ്പെടുത്തി. ഈ കുട്ടി 5ൽ നിന്നോ 6ൽ നിന്നോ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്കാണ് അവൻ പോകുമ്പോൾ അവന് കണക്കിൽ വേണ്ട ഗ്രാഹ്യം, 7ലേക്ക് പോകാൻ വേണ്ട ഇംഗ്ലീഷ്, 7ലേക്ക് പോകാൻ വേണ്ട മലയാളം, 7ലേക്ക് പോകാൻ വേണ്ട സയൻസ്, 7ലേക്ക് പോകാൻ വേണ്ട ഇങ്ങനെ തുടങ്ങി ഹിന്ദി, ഇതിലൊക്കെ ഒരു മിനിമം 30 മാർക്കെങ്കിലും കിട്ടുന്ന കുട്ടികളെയാണ് ഇനി ജയിപ്പിക്കേണ്ടതുള്ളൂ എന്ന ഒരു തീരുമാനം ഗവൺമെന്റ് നമ്മുടെ പരീക്ഷയുടെ മൂല്യനിർണ്ണയ രീതിയിൽ, ക്ലാസ് കയറ്റത്തിന്റെ മൂല്യനിർണ്ണയ രീതികളിൽ വ്യത്യാസം വരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാക്കി അതിനെ മാറ്റണം എന്നുകൊണ്ടാണ് സർക്കാർ അതിന് കൊടുത്തായിരുന്നത്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചാൽ ഞങ്ങളുടെ പഴയ കാലത്ത് ആൾക്കാരെ കുറിച്ചൊക്കെ ഇപ്പോൾ നല്ല മിടുക്കരാണ്. ഇപ്പൊ നിങ്ങളിവിടെ 100 കണക്കിന് കുട്ടികളാണ് സ്വീകരിക്കാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മികച്ച നിലവാരത്തിലാണ് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ SSLCക്ക് ഫുൾ A+ വാങ്ങിയ കുട്ടികളുടെ എണ്ണം നിങ്ങൾക്ക് അറിയോ? കേട്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പത്രമൊക്കെ വായിക്കാറില്ല. ഞാൻ ഇന്നാളെ വിദ്യാഭ്യാസ ജില്ലയുടെ പരിപാടിക്ക് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളാരും കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 5238 കുട്ടികൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് SSLCക്ക് ഫുൾ A+ വാങ്ങിയ കുട്ടികളാണ്. ഇനി +2-ന് ഫുൾ A+ വാങ്ങിയ കുട്ടികളുടെ എണ്ണം കേട്ടോ 2829. CBSEക്ക് ഫുൾ A1 വാങ്ങിയ കുട്ടികളുണ്ട്, മറ്റു സ്ട്രീമിൽ കൂടി വരുന്ന കുട്ടികളുണ്ട്. 10,000-ൽ പരം കുട്ടികളാണ് ഈ വ്യത്യസ്തമായ ഏറ്റവും മികവാർന്ന വിജയം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുള്ളത്. ഈ കുട്ടികൾക്കൊക്കെ അവരാഗ്രഹിച്ച സബ്ജക്ട്, അവരാഗ്രഹിച്ച വിദ്യാലയത്തിൽ കിട്ടുമോ? കിട്ടാൻ വഴിയുണ്ടോ?
കിട്ടാൻ പറ്റില്ല. ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്കടക്കം എന്തിന് ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു എ പ്ലസ് 90% മാർക്ക് വേണം. 95ഉം 98ഉം 100ൽ 100ഉം ഒക്കെ മാർക്ക് വാങ്ങിച്ച കുട്ടികൾക്ക് വരെ ചില വിദ്യാലയങ്ങളിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ട വിദ്യാലയം തേടിയല്ല പോകുന്നത്, പകരം അഡ്മിഷൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അത്ര ഇഷ്ടപ്പെടാത്ത വിദ്യാലയമാണെങ്കിലും അവിടെ പഠിക്കും. മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ കൊലപാതക കേസിലെ പ്രതിയും കൂട്ടാളികളും റിമാൻഡിൽ. ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പ്രതികളായ കാട്ടൂർ എടത്തുരുത്തി മുനയം സ്വദേശി കൂർക്കപ്പറമ്പിൽ വിഷ്ണു, കാട്ടൂർ കരാഞ്ചിറ സ്വദേശി കാവുങ്ങൽ വീട്ടിൽ അക്ഷയ്, കീഴ്പുള്ളിക്കര സ്വദേശി കിഴക്കോട്ട് വീട്ടിൽ കിരൺ, കാട്ടൂർ തൊപ്പിത്തറ സ്വദേശി ചമ്പക്കര വീട്ടിൽ ഹരികൃഷ്ണൻ, കാട്ടൂർ മുനയം സ്വദേശി നന്ദിലത്ത് പറമ്പിൽ അഭിജിത്ത് എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, SI ബാബു, GSCPO ജീവൻ, CPOമാരായ ഉമേഷ്, കൃഷ്ണദാസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച വായന മാസാചരണ സമാപനവും ഉണർവ് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ അധ്യക്ഷനായി. 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ പൂമ്പാറ്റുമ്മ എന്ന കഥ എഴുതിയ എഴുത്തുകാരി മെയ് സിത്താര ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഡോക്യുമെന്റേഷൻ പുസ്തകമായ ഉണർവിന്റെ പ്രകാശന കർമ്മം ഒല്ലൂക്കര BRC BPC അംഗം ഫേബ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, SMC ചെയർമാൻ മാർവിൻ മൈക്കിൾ, MPTA പ്രസിഡന്റ് ലിജ, BRC കോർഡിനേറ്റർ ജിൻസി ജോസ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത്, മുൻ PTA വൈസ് പ്രസിഡന്റ് വിജയൻ, വായന ക്ലബ്ബ് കൺവീനർ അഞ്ജു എന്നിവർ സംസാരിച്ചു. PTA, SMC, MPTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, കുട്ടികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ വാറണ്ട് പ്രതിയായ സ്റ്റേഷൻ റൌഡി വിജയ് ബാബു റിമാൻഡിൽ.
പ്രതിക്കെതിരെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ CN, സാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ്, വിഷ്ണു ആനന്ദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. EWS ധനിക സംവരണം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ നടത്തറ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. EWS ധനിക സംവരണം റദ്ദ് ചെയ്യണമെന്നും അതിനായി ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം തിരിച്ചറിയുന്നതിനായി തലയെണ്ണി കണക്കെടുപ്പ് നടത്തി നിജസ്ഥിതി പുറത്തുവിടണമെന്നും ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സുധീഷ് ബാബു ആവശ്യപ്പെട്ടു. അഖില കേരള എഴുത്തച്ഛൻ സമാജത്തിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി മൂർക്കനിക്കര, വലക്കാവ്, കൈനൂർ, എളന്തുരുത്തി, എരവിമംഗലം എന്നീ ശാഖകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നടത്തറ വില്ലേജ് ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ T മേപ്പള്ളി, TR ജയചന്ദ്രൻ, CC രാമകൃഷ്ണൻ, രാജി മോഹൻദാസ്, KG അരവിന്ദാക്ഷൻ, MN ശശികുമാർ, TK ഗോവിന്ദൻ എഴുത്തച്ഛൻ, ഷാജി കൈനൂർ, MK ചന്ദ്രശേഖരൻ, PS രാജൻ, ER അനിൽകുമാർ, AN രാധാകൃഷ്ണൻ, ഗോപിനാഥൻ MK, KK വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രാപ്പന്നിയിൽ തുണിക്കടയിലേക്ക് അതിക്രമിച്ച് കയറി കടയുടമയെയും മകനെയും ആക്രമിച്ച കേസിൽ പ്രതികൾ റിമാൻഡിൽ. പ്രതികൾക്കെതിരെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു R, സബ് ഇൻസ്പെക്ടർമാരായ ജേസൺ TK, ഹരിഹരൻ PV, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജ്യോതിഷ് CV, മുഹമ്മദ് ഫാറൂഖ്, ഷാജു PK എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കർക്കിടക ചികിത്സാചരണത്തിന്റെ ഭാഗമായി മൈലിപ്പാടം റെസിഡൻസ് അസോസിയേഷനും ശാന്തഗിരി ആയുർവേദ സിദ്ധ ഹോസ്പിറ്റലിലും സംയുക്തമായി സൗജന്യ അസ്ഥി ബലക്ഷയ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പോളിന്റെ വസതിയിൽ നടന്ന ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പ് സാഹിത്യകാരനും ഗാനരചയിതാവുമായ AP നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശാന്തഗിരി ആശ്രമം തൃശൂർ ഏരിയ തലവൻ സ്വാമി മധുരനാഥൻ ജ്ഞാനതപസ്വി മുഖ്യ അതിഥിയായി. ഡോക്ടർ അരുൺ S ബാബു, മോഹൻദാസ്, റജി ജോയ് ചാക്കോള, രാജൻ CS തുടങ്ങിയവർ സംസാരിച്ചു. കർക്കിടക ചികിത്സയിലെ ആരോഗ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ ഷാബേൽ ക്ലാസ് നയിച്ചു. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് മൈലിപ്പാടം റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പോൾ ചിരിയങ്കണ്ടത്ത് പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി സ്കൂളിന് സമീപത്തെ വാടക വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ച പശ്ചിമ ബംഗാൾ സ്വദേശി റിമാൻഡിൽ. കൊൽക്കത്ത സ്വദേശിയായ ഇസാജുൽ ആണ് പിടിയിലായത്. സ്കൂൾ പരിസരങ്ങളിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരായി ശക്തമായ നിരീക്ഷണം തുടരുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ അറിയിച്ചു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ, സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, ASI വിജയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, നിതിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. വധശ്രമ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളിയെ അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. മതിലകം പോലീസ് സ്റ്റേഷനിലെ 2016 വധശ്രമ കേസിൽ മുങ്ങി നടന്നിരുന്ന പിടികിട്ടാപ്പുള്ളി വാറണ്ടുള്ള കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജി, SI അശ്വിൻ റോയ്, CPOമാരായ സബീഷ്, ദിനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ.
മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ശുചീകരണ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. വലക്കാവ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാലക്ഷ്മി, പഞ്ചായത്ത് അംഗം ബിന്ദു സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ധന്യ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംഘടനകളുടെ സംയുക്ത സഹകരണത്തോടെ പൊതു ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. ദേശീയപാത കുട്ടനെല്ലൂർ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിൽ ടിപ്പർ ലോറിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെ 3:30ഓടെയാണ് അപകടം. മേട്ടുപ്പാളയത്ത് നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറി ടയർ പഞ്ചറായതിനെ തുടർന്ന് കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന് മുകളിൽ നിർത്തി ടയർ മാറ്റുന്നതിനിടെ ഇതേ ദിശയിൽ വന്നിരുന്ന ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ റിവിൻ വർഗീസ്, മിനി ലോറിയുടെ ഡ്രൈവർ തമിഴ്നാട് വള്ളിയൂർ സ്വദേശി സുധീർ എന്നിവർക്ക് പരിക്കേറ്റു. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടിപ്പറിന്റെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ തൃശൂർ അഗ്നിരക്ഷാ സേനയെത്തി 1 മണിക്കൂറോളം നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. മിനി ലോറി ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ്. ഉള്ളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ പ്രതിഭാ സംഗമം സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര CT സ്മാരക ട്രസ്റ്റ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമ വാർഷിക ദിനത്തിൽ അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വാഴാനി ഡിവിഷൻ പ്രതിഭാ സംഗമം SSLC +2 ഫുൾ A+ നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് മാടക്കത്തറ പഞ്ചായത്തിൽ നടന്നു. പുത്തൂർ പഞ്ചായത്ത് വായന മാസാചരണ സമാപനം, ഉണർവ്, പുസ്തക പ്രകാശനം എന്നിവ സിനി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.